ദേശീയ വിദ്യാഭ്യാസ നയം 2020 വന്നത്. അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ രാജിവെക്കുകയാണെങ്കിൽ ഏതൊക്കെ മന്ത്രിമാർ രാജിവെക്കും എന്നുള്ളതാണ് പറയേണ്ടത്. ഭക്ഷ്യ വകുപ്പ് മന്ത്രി GR അനിൽ, നെടുമങ്ങാട് നിന്ന് ജയിച്ചിട്ടുള്ള ഭക്ഷ്യ വകുപ്പ് മന്ത്രി GR അനിൽ ആണ് ഒരു മന്ത്രി, CPIയുടെ നോമിനി. അതുപോലെ തന്നെ P പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം എന്താണ് ചേർത്തല മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുള്ള P പ്രസാദ്, ചേർത്തലയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കൊരു കറക്റ്റ് ഒരു ചേർത്തല തന്നെ ആണ്. എന്തായാലും അവിടെ നിന്ന് ജയിച്ചിട്ടുള്ള P പ്രസാദ്, അദ്ദേഹം കൃഷി വകുപ്പ് മന്ത്രിയാണ്, അദ്ദേഹവും ഉണ്ട്. അതുപോലെ K രാജൻ തൃശ്ശൂർ നിന്നാണ് മത്സരിച്ചത്. അപ്പോൾ K രാജൻ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. പിന്നെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ചിഞ്ചു റാണി ജയിച്ചിരിക്കുന്നത് ചടയമംഗലത്ത് നിന്നാണ്. അവരുടെയൊക്കെ സ്ഥിരം സീറ്റുകളാണ്. CPIയുടെ സ്ഥിരം 4 സീറ്റുകളാണ്. നെടുമങ്ങാട്, ചേർത്തല, പിന്നെ അതുപോലെ തന്നെ ചടയമംഗലം കൊല്ലത്താണ്, ചേർത്തല എറണാകുളം ജില്ലയാണ്, ആലപ്പുഴയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരത്തെ മറ്റേ പോയിരിക്കുന്നത് തൃശ്ശൂരാണ്. അപ്പം 4 സ്ഥലത്തു നിന്നാണ്, തൃശ്ശൂർ ജില്ലക്കാരനാണ് K രാജൻ. അങ്ങനെ 4 സ്ഥലത്തു നിന്നാണ് ഈ MLA മാർ വന്നിരിക്കുന്നത്. അപ്പോൾ മന്ത്രിമാർ അവരാണ് രാജിവെക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ രാജിവെക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്നത്. 2 പ്രശ്നങ്ങളുണ്ട് NEPയിൽ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നത് ആദ്യമായിട്ടൊന്നുമല്ല. നേരത്തെയും 1966 കൊത്താരി കമ്മീഷൻ മുതൽ കേന്ദ്ര ഗവൺമെൻറ് ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. മാത്രമല്ല 75 ഇന്ദിരാഗാന്ധി ഇരുന്നപ്പോൾ CPIയും കോൺഗ്രസും കൂടെ ഒന്നിച്ച് നിന്നപ്പോഴാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ, സ്റ്റേറ്റ് ലിസ്റ്റിൽ കിടന്ന വിദ്യാഭ്യാസത്തെ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുപോവുകയും പിന്നെ UGC വരികയും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനൊക്കെ വരികയും സംസ്ഥാനങ്ങൾക്ക് പൈസ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്.